ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല ജിഹാദുകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടതാണ് എക്സസൈസ് ജിഹാദ്. അതിന്റെ തൊട്ടു മുമ്പ് കണ്ടതാണ് ലാൻഡ് ജിഹാദ്. കേരളത്തിന്റെ ഹൈവേകളിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ വെല്ലുവിളി നമ്മൾ കണ്ടവരല്ലേ. ആ ഇരു കരകളിലും ഉള്ള ഭൂമികൾ മുഴുവനും ഇവർ വാങ്ങിക്കൂട്ടി. അപ്പോഴാണ് മനസ്സിലായത് ഒരു പ്രത്യേകമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇടകലർന്ന് റിജിഡായി ജീവിച്ചിരുന്ന ഒരുപാട് നാടുകൾ അവർക്ക് മോഹവില കൊടുത്ത് അവരുടെയൊക്കെ ഭൂമികൾ സ്വന്തമാക്കി. നമ്മൾ പൊതുവെ കാണുന്നത് കോട്ടയം ഏറ്റവും കൂടുതൽ അച്ചായന്മാരല്ലേ, ചെങ്ങന്നൂര്, ചങ്ങനാശ്ശേരി, കോട്ടയം. ശരി, ഇന്നത് ആരുടേതായി മാറുന്നു എന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളിലൂടെ, സംഭവ വികാസങ്ങളിലൂടെ, പലരുടെയും വെളിപ്പെടുത്തലുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതികളാണ്. സാധാരണ നമ്മൾ ലവ് ജിഹാദും ഹലാൽ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ തീവണ്ടി ജിഹാദിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? അതെ, മഹാരാഷ്ട്രയിലെ ജൽഗവോണില് ട്രെയിൻ ജിഹാദ് എന്ന് സംശയം തോന്നിക്കുന്ന ഒരു സംഭവം ഇന്നുണ്ടായി. ട്രെയിനിനകത്ത് തീ പിടിച്ചു എന്ന വ്യാജ പ്രചാരണം ഉണ്ടായതിനെ തുടർന്ന് ചിലർ ജീവരക്ഷാർത്ഥം എടുത്തു ചാടുന്നു. അങ്ങനെ ജൽഗാവോണിലെ പരാണ്ട എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. എത്ര മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കി, വാർത്തയാക്കി എന്ന് നോക്കിയാൽ മതി, ഉണ്ടാകില്ല. കാരണം ഇതാരെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് നോക്കിയിട്ട് മാത്രമേ വാർത്തകൾ പ്രചരിപ്പിക്കൂ. പുഷ്പക് എന്ന് പറയുന്ന എക്സ്പ്രസിൽ നിന്ന് ഇങ്ങനെ ചാടിയ ആളുകൾ തൊട്ടടുത്ത് റെയിൽപാളങ്ങളിലൂടെ വരികയായിരുന്ന കർണാടക എക്സ്പ്രസ് തീവണ്ടിയിൽ ഇടിച്ചു മരിക്കുകയായിരുന്നു. 8 പേരാണ് മരിച്ചത്. ഒരു ട്രെയിനിൽ നിന്നും എടുത്തു ചാടുന്നു, തീ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു സംഭവം ഉണ്ടാകുകയോ അപകട സാധ്യത ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇവര് 8-10 ആളുകൾ ആവശ്യമില്ലാതെ ചില പ്രചാരണം നടത്തുന്നു. ഇത് കേട്ടിട്ട് ചില ആളുകൾ എടുത്തു ചാടുന്നു. മറ്റൊരു ട്രെയിൻ വരുന്നു, അതിടിച്ച് 8ഓളം ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്വിറ്റ്സർലാൻഡ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അപകട സംഭവം അരങ്ങേറുന്നത്. ഇത് ഗൂഢാലോചനയാണോ എന്ന സംശയമുണർത്തുന്നതും റെയിൽവേ മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അപകടം സംഭവിച്ചത് കൊണ്ടുകൂടിയാണ് ഇത് കൂടുതൽ ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നത്. സാധാരണ എന്ത് അപകടമുണ്ടായാലും അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതോടൊപ്പം എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുകൂടി കൃത്യമായി കണ്ടുപിടിച്ച ശേഷം മാത്രം മടങ്ങുന്ന മന്ത്രി കൂടിയാണ് അശ്വിനി വൈഷ്ണവ്. ആരാണ് ട്രെയിനിന് തീ പിടിച്ചു എന്ന വ്യാജ വാർത്ത ആദ്യം പരത്തിയത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ആദ്യത്തെ അവരുടെ പ്രസ്താവന. പണി കിട്ടും എന്ന് ഏതാണ്ട് ഉറപ്പായി. ആരുടെ തലയിലാണോ ഈ വ്യാജ വാർത്തയെ സംബന്ധിച്ച ആശയം ഉരുത്തിരിഞ്ഞത് അവർക്ക് പണി കിട്ടും. ഈ ട്രെയിൻ അപകടത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയും സംശയം ഉണർത്തുന്നതാണ്. പാളത്തിനോട് ചേർന്ന് മരിച്ചു കിടക്കുന്നവരുടെ ചിത്രം പരമാവധി കാണിച്ചുകൊണ്ട് ഭീതിയും റെയിൽവേ മന്ത്രിയോട് വെറുപ്പും സൃഷ്ടിക്കുന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം. ഇപ്പോ നമുക്കറിയാം, റെയിൽവേ മന്ത്രിയും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? റെയിൽവേ മന്ത്രി എന്ത് ചെയ്യണം? ഇവരോട് റെയിൽവേ മന്ത്രിയാണോ ഈ രൂപത്തിൽ ഒരു വാർത്ത പ്രചാരണം നടത്തിയത്? റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടാണോ ഇവരെടുത്തു ചാടിയത്? വേറെ ഒരു തീവണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ ആരോട് എപ്പോൾ പറഞ്ഞു, എങ്ങനെ അറിഞ്ഞു? എവിടെ ആർക്ക് എന്ത് സംഭവിച്ചാലും ശരി, റെയിൽവേ മന്ത്രി എന്ത് പഴിച്ചു? തന്നെയുമല്ല, സ്വിറ്റ്സർലാൻഡിൽ ഇരിക്കുന്ന അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രിയേക്കാൾ നല്ലത് ലാലു പ്രസാദ് യാദവ് ആണെന്നും അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്നും ഒക്കെയുള്ള രീതിയിലാണ് പ്രചാരണം നടക്കുന്നത്.
ഇതിന് അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടോ? ഇപ്പോ ഒരാള് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിലുണ്ടെങ്കിൽ ധനമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പോലത്തെ ഒരു ഏർപ്പാടല്ലേ ഇത്? ഇത് ബോധപൂർവം അപകടം ഉണ്ടാക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച മറ്റൊരു ഗൂഢ പദ്ധതിയാണ് എന്നാണ് ഇന്ന് സംശയിക്കുന്നത്. ഇതുവരെ പാളങ്ങളിൽ കല്ലോ ഇരുമ്പോ ഒക്കെ കൊണ്ടിട്ട് ട്രെയിനിനെ പാളം തെറ്റിക്കുന്ന പരിപാടികളാണ് നമ്മൾ അരങ്ങേറിയതെങ്കിൽ ഇത് കുറച്ചുകൂടി സൂപ്പർലേറ്റീവ് വേർഷൻ ആണ്. ഇത് കണ്ടുപിടിക്കപ്പെടുകയും കണ്ടു തുടങ്ങിയ സാഹചര്യത്തിൽ പുതിയ സംവിധാനത്തിലേക്ക് പെരുമാറുന്നു. അതുപോലെ കവച എന്ന സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നതോടുകൂടി ട്രെയിനുകളുടെ കൂട്ടിയിടിയും ഒരു പരിധിവരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തീവണ്ടിയുമായി ചുറ്റിപ്പറ്റിയുള്ള പുതിയ പദ്ധതി ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇന്ത്യയിലെ സംവിധാനം പരാജയം ആണ് എന്ന് ആർക്കോ എവിടെയോ വരുത്തി തീർത്തിട്ട് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോ ഇത് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമാണെന്നും മോദി സർക്കാരിനെതിരെ അഴിമതി ഒന്നും ഉന്നയിക്കാനില്ലാത്തത് കൊണ്ട് രാജ്യത്തെ സംവിധാനങ്ങൾ പരാജയമാണ് എന്ന് പ്രതീതി വരുത്തി തീർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവിച്ചിരുന്നത് കൊണ്ട് മാധ്യമങ്ങൾ സംശയങ്ങൾ ആ വഴിക്ക് തന്നെയാണ് നീക്കുന്നത്. ഇന്ത്യയിലെ സംവിധാനം പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾ സംഘടിപ്പിക്കുന്ന NDA സർക്കാർ എന്ന സ്ഥാപനം, ഇന്ത്യൻ റെയിൽവേ, സുപ്രീം കോടതി എന്നിവയ്ക്കെതിരെ അവസരം കിട്ടുമ്പോഴൊക്കെ വിമർശനങ്ങൾ ഉയർത്തുക വഴി സർക്കാർ സംവിധാനങ്ങൾ നേരെ ചൊവ്വെ പ്രവർത്തിക്കുന്നില്ല എന്ന അഭിപ്രായം സാധാരണക്കാർക്കിടയിലേക്ക് കൂടി കടത്തിക്കൊണ്ടുവരിക എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം. ഇത് തന്നെയാണ് മാധ്യമങ്ങളിലും പറയുന്നത്. എന്നാൽ ഇതിനെ പൊളിക്കാൻ ജാഗ്രതയോടുകൂടിയുള്ള നീക്കങ്ങളാണ് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർത്തിയത് ചില ഗൂഢസംഘങ്ങളാണെന്നും അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടായിരുന്നെന്നും CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ അടിക്കടി തീവണ്ടി അപകടങ്ങൾ നടന്നപ്പോഴുള്ള അന്വേഷണത്തിലാണ് തീവണ്ടികൾ പാളം തെറ്റിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായി കണ്ടെത്തിയത്. NIA അടക്കം ഇക്കാര്യം അന്വേഷിച്ചിരുന്നു. വന്ദേ ഭാരത് ട്രെയിന് നേരെയുള്ള കല്ലേറും ഇതൊക്കെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും 40 കോടി ജനങ്ങൾ യാത്രയ്ക്കായി റെയിൽവേയെ ആശ്രയിക്കുന്നത് കൊണ്ട് കൂടെ കൂടെ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥിതി ഭയാനകമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും റെയിൽവേയും പൊതുജനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന് റിപ്പബ്ലിക് TV ചാനൽ CEO അർണവ് ഗോസ്വാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ തന്നെ പാളങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നതുവരെ കണ്ടെത്തി പിടികൂടണം എന്നും അർണവ് ഗോസ്വാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജാഗ്രത പാലിച്ചു തുടങ്ങിയതോടുകൂടി ഇത്തരം അപകടങ്ങൾ കുറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്ത്യയിൽ ട്രെയിൻ ജിഹാദാണോ നടക്കുന്നത് എന്നതാണ് പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന മറ്റൊരു സംശയം. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ട്രെയിനുകൾക്കു നേരെ ആക്രമണം നടത്താൻ കൊടും ഭീകരനായ ഫർഹത്തുള്ള ഘോരി ആഹ്വാനം ചെയ്യുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് ട്രെയിൻ ജിഹാദ് എന്നത് ചില തീവ്രവാദി സംഘങ്ങളുടെ അജണ്ടയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇന്ത്യയിൽ അതിഗൂഢമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളോട്, അതായത് സ്ലീപ്പർ സെല്ലുകളോട് ഇന്ത്യയിൽ തീവണ്ടി അപകടങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ഘോരിയുടെ വീഡിയോ പുറത്തു വന്നതോടുകൂടി രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതൽ ജാഗ്രത പാലിച്ചു വരുന്നതിനിടയിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ബാംഗ്ലൂരിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രവും കൂടിയായിരുന്നു കൊടും ഭീകരനായ ഫർഹത്തുള്ള ഘോരി. റെയിൽവേ ട്രാക്കുകൾ നന്നാക്കാൻ പോകുന്ന ട്രാക്ക്മാൻമാർക്കിടയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചില സംവാദങ്ങൾ വിവാദമായി മാറിയിരുന്നു. റെയിൽവേ ട്രാക്കുകളിലെ പ്രശ്നം കണ്ടെത്താൻ ദിവസേന 8 മുതൽ 10 കിലോമീറ്റർ ദൂരം വരെ നടന്ന് റെയിൽവേ ട്രാക്ക്മാൻമാർ 35 കിലോഗ്രാം ഭാരവും പേറിയാണ് നടക്കുന്നതെന്നും അവർക്കിപ്പോൾ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും പോരെന്നും പറഞ്ഞിട്ടായിരുന്നു രാഹുൽ ഗാന്ധി അവരെ അസംതൃപ്തി കുത്തിവെച്ചത്. ഇവരെ ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണെന്നും ഉയർന്നു വരുന്നുണ്ട് ആക്ഷേപം.
ഇത് ട്രെയിൻ അട്ടിമറിക്കുന്ന നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പോലും രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. നന്ദി.